ഹലോ നമസ്കാരം. മഴത്തോരു മുമ്പേടെ വരാൻ പോകുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്ത വാർത്ത പാലാ ടൗൺ മൊത്തത്തിൽ പരക്കുന്നുണ്ട്. അലീന ഗോവർദ്ധനോട് പറയുന്നുണ്ട് കേട്ടോ, നമ്മൾ കടകളൊന്നും തുറക്കണ്ട എന്ന് പറയുമ്പോൾ ബാലേട്ടൻ പറയാതെ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് ഗോവർദ്ധൻ. അച്ഛനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നാലും എന്തിനാണ് കടകൾ തുറക്കണ്ട എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ആൾക്കൂട്ടം ഇളകി കടയ്ക്ക് നാശനഷ്ടം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അലീന പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യാം എന്ന് ഗോവർദ്ധനൻ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീനയുടെ ഭയങ്കര ശക്തമായ ഇടപെടൽ കാരണമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കഥ മുന്നോട്ട് പോകുന്നത് കേട്ടോ. കാരണം വൈജയന്തി ഹോസ്പിറ്റലിലാണ്, ബാലചന്ദ്രനും ഹോസ്പിറ്റലിലാണ്, അലീനയാണ് ഇവിടെ രംഗത്തിറങ്ങുന്നത്. അങ്ങനെ അലീന എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അലീന രോഹിത്തിൻ്റെ റൂം പരിശോധിക്കുകയും അവിടുന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തം ന്യൂസൊക്കെ പരന്നിരിക്കുകയാണ്. ഇങ്ങനെ 4 പ്രതികൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത നാട് മൊത്തം, പാലാ ടൗൺ മൊത്തം അറിഞ്ഞിരിക്കുകയാണ്. ജനം ആകെ രോഷാകുലരായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ബാലചന്ദ്രനെ അറിയുന്നവരാണെങ്കിൽ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അലീനയുടെ കയ്യിലാണ് ഫോൺ, പക്ഷേ അലീന ഫോൺ എടുക്കുന്നില്ല. അതുപോലെ തന്നെ മനുവിനും ഒരുപാട് കോളുകളൊക്കെ വരുന്നുണ്ട്. പിന്നീട് മനു അലീനയെ കാണാൻ വരികയും ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോഴേക്ക് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയാണ്. അങ്ങനെ ആ ഭയങ്കര ജനക്കൂട്ടമാണ് അവിടെ, ഒക്കെ ജനം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കാരണം ശരണ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു കോളനിയിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ മൊത്തം ഇളകി വന്നിട്ടുണ്ട്. പിന്നെ കേട്ടറിഞ്ഞിട്ടും ഒക്കെ ഒരുപാട് പേര് കോടതി വളപ്പിൽ ചുറ്റും കൂടിയിട്ടുണ്ട്. അങ്ങനെ പ്രതികളെ കൊണ്ടുവരുമ്പോൾ തന്നെ അവരെ ഉപദ്രവിക്കാനും കല്ലെറിയാനും ഒക്കെ ആയിട്ടാണ് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത്. മനുവും ഗോവർദ്ധനും ശിവനും ഒക്കെ ആ പരിസരത്ത് തന്നെ അവിടെ ഉണ്ട്. പക്ഷേ അവർക്ക് ഈ പ്രതികളുടെ അടുത്തേക്കൊന്നും ചെല്ലാനൊന്നും പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സ്വന്തക്കാരനാണ്, സഹോദരനാണ്, അച്ഛനാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ആൾക്കൂട്ടം ഇവരുടെ നേരെ പക തീർക്കും. അതുകൊണ്ട് തന്നെ ഇവർ മാറി ഒരു സൈഡിലായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഈ 4 പേരെയും പോലീസ് ജീപ്പിൽ നിന്നും വലിച്ചഴിച്ച് കോടതിയിലേക്ക് കയറ്റുമ്പോൾ ആളുകൾ അവരെ ആക്രമിക്കാൻ നോക്കുകയാണ്. അതേസമയം പോലീസുകാർ അവരെ തടഞ്ഞുകൊണ്ട് കയറി പോകുന്നുണ്ട്. ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് മനുവും ഗോവർദ്ധനും ശിവനും ഒക്കെ. അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോലും സാധിക്കാതെ മനുവും ശിവനും അവിടെ ഇങ്ങനെ നിസ്സഹായരായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കോടതിക്കകത്ത് 4 പേരെയും കൊണ്ടുവരികയാണ്. അപ്പോഴും ഹരിയാണെങ്കിലും മുഖം മറച്ച് പിടിക്കുകയാണ്. രോഹിത് ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, തല താഴ്ത്തി പിടിച്ചേക്കുകയാണ്. കോടതിക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് രോഹിത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഗൂഢാലോചനയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കോടതിക്ക് മനസ്സിലാവുകയാണ്. പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ആർക്കും അറിയത്തില്ലല്ലോ. കാരണം ഇവർ 4 പേരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തെറ്റിൽ പങ്കാളി തന്നെയാണ് രോഹിത് എന്ന് തന്നെ പോലീസ് പറയണം. അതുകൊണ്ട് 4 പേരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാണ് പോലീസ്. അവർക്ക് തെളിവെടുപ്പിനൊക്കെ ആവശ്യമായിട്ട് 14 ദിവസത്തേക്ക് റിമാൻഡിൽ വാങ്ങുകയാണ്. ആർക്കും ജാമ്യം കൊടുക്കുന്നൊന്നുമില്ല. ജാമ്യാപേക്ഷയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആ 4 പേർക്കും ജാമ്യം കിട്ടുന്നില്ല. അങ്ങനെ അവരെ പുറത്തേക്ക് തന്നെ കൊണ്ടുപോരുകയാണ്. അങ്ങനെ സബ് ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ട് വണ്ടിയിൽ കയറ്റുന്ന സമയത്ത് രോഹിത് അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അതുപോലെ ഹരിയാണെങ്കിൽ നോക്കുമ്പോൾ മനുവിനെയും അതുപോലെ ശിവനെയൊക്കെ കാണുന്നുണ്ടെങ്കിലും പിന്നീട് മുഖം തിരിക്കുകയാണ്. എന്നിട്ട് അകത്തേക്ക് വണ്ടിക്കുള്ളിലേക്ക് കയറി പോകണം. അതേസമയത്ത് രോഹിത് നോക്കുമ്പോഴും മനുവിനെ കാണുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മുഖത്തൊക്കെ ഭയങ്കര സങ്കടമാണ്, കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. പിന്നീട് പോലീസാണെങ്കിൽ ലാത്തി കൊണ്ട് അടിച്ച് 4 പേരെയും വണ്ടിയിലേക്ക് തന്നെ കയറ്റണം. ഈ സമയത്ത് അവിടുത്തെ ന്യൂസ് ചാനലുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഈ പ്രതികളുടെ ഫോട്ടോസ് എടുക്കുകയും വീഡിയോസൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ 4 പ്രതികൾക്കും ജാമ്യം ലഭിച്ചില്ല, അവർ 14 ദിവസത്തേക്ക് റിമാൻഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നുള്ള ന്യൂസൊക്കെ അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി അടുത്ത ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെ നിർത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇനി തീരുമാനം എടുക്കുക എന്ന് കോടതി പറയുന്നുണ്ട്. അങ്ങനെ ശരണ്യെ ഇങ്ങനെ മെഡിക്കൽ ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ടെസ്റ്റൊക്കെ നടത്തുന്നുണ്ട്. അതിൽ നിന്നും ഹരിയുടെയും അതുപോലെ ബാക്കി 2 പേരുടെയും തെളിവുകളെല്ലാം അവളുടെ ശരീരത്തിൽ നിന്നും ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി അത്രയും ക്രൂരമായിട്ടാണല്ലോ ഇവർ പീഡിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ രോഹിത്തിൻ്റേത് മാത്രം അങ്ങനെ രോഹിത്തിൻ്റെ എന്തെങ്കിലും, അതായത്
ഫിംഗർ പ്രിൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഹിത് ആ കുട്ടിയെ ഉപദ്രവിച്ചു എന്നതിൻ്റെ ഒരു സൂചനയൊന്നും അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യാണ്. അങ്ങനെ പിന്നീട് ആ പെൺകുട്ടിയുടെ മൊഴി എടുക്കുന്നുണ്ട്. അതിൽ 4 പേരും ഞാൻ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു. അതിൽ 3 പേരാണ് എന്നെ മാനഭംഗപ്പെടുത്തിയത്, രോഹിത് എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അവൾ പറയുന്നുണ്ട്. പക്ഷേ പോലീസ് അത് ആ രീതിയിലല്ല എടുക്കുന്നത്. 4 പേരും കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. 14 ദിവസത്തിന് ശേഷം കോടതി തീരുമാനിക്കുന്ന ദിവസമായിരിക്കും ഇനി ഈ കേസിൻ്റെ ബാക്കി നടപടികൾ ഉണ്ടാവുക എന്നിങ്ങനെ പറയണം. അങ്ങനെ പിന്നീട് മനുവും ശിവനും ഒക്കെ കൂടിയിട്ട് പോകുന്നത് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്കാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടാകും. വീട്ടിൽ അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് ബാലചന്ദ്രൻ. അതുപോലെ അലീനയും കൃഷ്ണമോളും ഒക്കെ ഭയങ്കരമായിട്ട് പരിചരിച്ച് കൂടെ തന്നെയുണ്ട്. കോളേജിലേക്കും സ്കൂളിലേക്കും ഒന്നും അവരാരും പോകുന്നില്ല. ബബിതയോ കൃഷ്ണയോ പോകുന്നില്ല, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ബാലചന്ദ്രൻ കടകളൊക്കെ അടച്ചിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ്. പിന്നെ വയ്യാത്തത് മാത്രമല്ല, കടകളൊന്നും ഒരാഴ്ചത്തേക്ക് തുറക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നീട് മനുവും ശിവനും അകത്തേക്ക് കയറി വരികയാണ്. അലീന വന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. എന്തായി മനുവേട്ട? ഒന്നും ആയില്ല, 4 പേരെയും സബ് ജയിലിലേക്ക് അയച്ചു, റിമാൻഡ് ചെയ്തു 14 ദിവസത്തേക്ക് എന്ന് പറയാണ്. ശിവനും അകത്ത് കയറിയിട്ട് കുറച്ച് വെള്ളം തന്നേ മോളെ എന്ന് പറയുന്നുണ്ട്. അലീന അപ്പോഴേക്കും പോയിട്ട് കുടിക്കാൻ വെള്ളം എടുത്തു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അല്ല, ബാലചന്ദ്രൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ മുകളിലെ മുറിയിലാണോ എന്ന് ചോദിക്കുകയാണ് ശിവൻ. അതെ, സുഖമില്ലാതെ കിടക്കുകയാണ്, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, വീട്ടിലിരിക്കുകയാണ് എന്നൊക്കെ അലീന പറയുന്നുണ്ട്. എന്ത് റെസ്റ്റ്? ആകപ്പാടെ സങ്കടത്തിലാണ്. ഫോണിനകത്ത് വരുന്ന ന്യൂസും എല്ലാം അതുപോലെ തന്നെയല്ലേ, ദുരിതുരെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പേരൊക്കെ വിളിച്ച് അച്ഛനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം വയ്യാത്തത് കൊണ്ട് ഫോൺ സൈലൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ അലീന പറയാണ്. കടയ്ക്ക് നേരെ കല്ലേറുണ്ടായല്ലോ എന്നൊക്കെ അലീന പറയുന്നുണ്ട്. കൊല്ലപ്പള്ളിയിലെ അവസ്ഥയും വ്യത്യാസമൊന്നുമില്ല മോളെ, ഞങ്ങൾ പിന്നെ ഇവിടെ താമസിക്കാത്തവർ ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്കെതിരെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കമലയെ ആരൊക്കെയോ വിളിക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്. കമലയ്ക്കും പുറത്തിറങ്ങാനൊന്നും പറ്റുന്നില്ല, ഭയങ്കര പ്രോബ്ലം തന്നെയാണ് എന്നൊക്കെ പറയണം. അങ്ങനെ മനുവും ശിവനും കൂടിയിട്ട് നേരെ മുകളിലെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്, ബാലചന്ദ്രൻ്റെ റൂമിലേക്ക്. ബാലചന്ദ്രൻ അവിടെ ആകെപ്പാടെ എല്ലാം തകർന്ന ഒരു അവസ്ഥയിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. കൃഷ്ണമോളും അലീനയും കൂടി മുകളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ശിവൻ അവിടെ ഒരു കസേര ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് അതുപോലെ തന്നെ മനു അവിടെ ചെയ്യുന്നുണ്ട്. അലീനയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ 4 പേർക്കുള്ള ചായയൊക്കെ ആയിട്ടാണ് അലീന കയറി വരുന്നത്. ശിവനോട് ബാലൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് ശിവേട്ട, എന്തെങ്കിലും നീക്കമൊക്കെ ഉണ്ടോ, നമ്മുടെ മക്കൾ തെറ്റ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചെയ്തു എന്ന് തന്നെയാണ് വെപ്പ്, വേറെ കാര്യങ്ങളൊന്നും പുറത്തറിഞ്ഞിട്ടില്ല എന്ന് പറയാണ്. രോഹിത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പോകുന്നുണ്ടായിരുന്നു, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് എന്ന് പറയാണ്. അലീന പറയുന്നുണ്ട്, അതേ അച്ഛാ, സ്റ്റേഷനിൽ വെച്ചും എന്നോട് കരഞ്ഞു പറഞ്ഞു താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അവൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ബാലൻ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, അങ്ങനെ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെന്തിനാണ് അവൻ 5000 രൂപയും ഗോൾഡ് റിങ്ങും ആ പെണ്ണിനെ കൊടുത്തത്? വെറുതെ കാണാനാണോ? അവനും ഉണ്ടായിരിക്കും ആ കൂട്ടത്തിൽ. ആ പ്ലാനിങ്ങിലും പദ്ധതിയിലും എല്ലാം അവൻ തന്നെ ഉണ്ടായിരുന്നല്ലോ, എല്ലാത്തിനും മുൻപന്തിയിൽ അവനും ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് തെറ്റുകാരൻ അല്ലാതാവുക എന്നിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ശിവൻ പറയാണ്, നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ പിള്ളേരെ രക്ഷപ്പെടുത്തണ്ടേ? അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ശിവേട്ട? ദേ ഈ നിൽക്കുന്ന 2 പെൺപിള്ളേർ ഇവിടെയുണ്ട്. ശിവേട്ടൻ്റെ വീട്ടിലില്ലേ ഒരെണ്ണം? അതൊക്കെ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ കൈ കെട്ടി വെറുതെ നോക്കി നിൽക്കുമായിരുന്നോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയുള്ളൂ. എവിടുത്തെ പെൺകൊച്ച്? പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു പെൺകൊച്ചാണ്. അതിനെ കൊണ്ടുപോയിട്ടാണ് ഈ പരുവത്തിലാക്കിയത്. ആ പ്രായത്തിൽ നിൽക്കുന്നു എനിക്കൊരു കൊച്ച്. ഇതിനെ കൊണ്ടുപോയി ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നോ, ക്ഷമിക്കുമായിരുന്നോ? ആ നിമിഷം അവനെ വെട്ടിക്കൊന്ന് തള്ളുമായിരുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. ഇവിടെ ജാമ്യത്തിന് വേണ്ടി ആരും നിൽക്കണ്ട. ഇനി ശിവേട്ടന് നിർബന്ധമാണെങ്കിൽ ശിവേട്ടൻ്റെ മോന് വേണ്ടി നോക്കിക്കോ, പക്ഷേ രോഹിത്തിന് വേണ്ടി ഇവിടെ ആരും ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് ബാലചന്ദ്രൻ. ശിവൻ ആ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കൊല്ലപ്പള്ളിയിലേക്ക് പോകാം, അവിടെ കമലയും രഞ്ജുവും ഒക്കെ ആകെ പേടിച്ചിരിക്കുകയാണ്, ഞാൻ പോയി നോക്കട്ടെ, എന്തെങ്കിലും നീക്കമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. മനു പറയുന്നുണ്ട്, അങ്കിൾ എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്, അവന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവന്മാരെ ജാമ്യത്തിൽ ഇറക്കുന്നത്? ഒരു തെറ്റ് ചെയ്താലും ജാമ്യത്തിൽ ഇറക്കാൻ ആളുണ്ടെന്ന് മനസ്സിലായാൽ അവന്മാർ വീണ്ടും വീണ്ടും അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. എൻ്റെ അനിയനായതുകൊണ്ട് പറയുകയല്ല, ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ അവൻ്റേതാണ്, ഹരിയുടേത്. 1 വർഷത്തോളമായിട്ട് ആ പെൺകുട്ടി അവൻ പ്രണയം നടിച്ച് പറ്റിക്കുകയായിരുന്നു. പല സ്ഥലങ്ങളിലും കൊണ്ടുപോകാൻ നോക്കിയെങ്കിലും ആ കൊച്ച് അതിനൊന്നും സമ്മതിച്ചിട്ടില്ല. അവസാനം 4 പേരും കൂടി ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പാവത്തിനെ ചതിച്ചത്. എന്തായാലും കുറേ കാശും കൊടുത്ത് സ്വർണവും കൊടുത്ത് ഒതുക്കാം എന്ന് കരുതി. പക്ഷേ കുട്ടി പെൺകുട്ടിയല്ലേ, അവൾ അതിനൊന്നും സമ്മതിച്ചില്ല. മനു പറയാണ്, എന്താണെങ്കിലും ഞാൻ അച്ഛനെ നേരെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകട്ടെ,
എന്തെങ്കിലും ഉണ്ടെങ്കിൽ അലീനയെ വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനു അവിടെ നിന്ന് പോവുകയാണ്. അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞാൽ അച്ഛൻ ദേഷ്യപ്പെടരുത്. സ്റ്റേഷനിൽ വെച്ച് രോഹിത് എന്നോട് പറഞ്ഞു അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. അലീന അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. തെറ്റ് ചെയ്തിട്ടില്ലാത്തവൻ എന്തിനാണ് പൈസ കൊടുത്തത്, എന്തിനാണ് സ്വർണം കൊടുത്തത്? അത് മാത്രമല്ല എല്ലാ ഗൂഢാലോചനയിലും അവന്മാരുടെ കൂടെ രോഹിത്തും ഉണ്ടായിരുന്നല്ലോ. ഇല്ലെങ്കിൽ പിന്നെ അവൻ നല്ലവനായിരുന്നെങ്കിൽ ഗൂഢാലോചന ചെയ്തപ്പോഴേ അവൻ്റെ വീട്ടിൽ 3 പെൺപിള്ളേരുണ്ടെന്ന കാര്യം ഓർക്കണമായിരുന്നു. അവനും പെങ്ങൾക്കും അമ്മയ്ക്കും കൂടിയല്ലേ ജീവിക്കുന്നത് എന്ന് ഓർക്കണമായിരുന്നു. അതുപോലെ പെൺകൊച്ചിനെ രക്ഷിക്കാൻ ശ്രമിക്കണമായിരുന്നു. എല്ലാത്തിനും കൂട്ടുനിന്നിട്ട് അവസാനം അവൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ ഇവിടെ നിന്ന് ആരും ശ്രമിക്കണ്ട. അവൻ എന്ത് പറഞ്ഞാലും ശരി, എല്ലാ ഗൂഢാലോചനയ്ക്കും എല്ലാത്തിനും അവൻ കൂട്ടുനിന്നതല്ലേ. ഇനി അവൻ ആ പെൺകൊച്ചിനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും എല്ലാ തെറ്റിനും അവൻ കൂട്ടുനിന്നിട്ടുണ്ട്. അതുകൊണ്ട് അവനെപ്പറ്റി ഇനി ഇവിടെ ആരും ചിന്തിക്കേണ്ട എന്ന് പറയണേ. കൃഷ്ണയെയും അലീനയും അപ്പോൾ തന്നെ കൃഷ്ണയും അലീനയും ആ മുറി വിട്ടിട്ട് പുറത്തേക്ക് വരികയാണ്. ചേച്ചി, അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ, നമ്മൾ എന്തിനാണ് രോഹിത്തേട്ടന് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ നിൽക്കുന്നത്? രോഹിത്തേട്ടൻ തെറ്റ് ചെയ്തിട്ടല്ലേ? അച്ഛനെ പറഞ്ഞ പോലെ ആ ഒരു നിമിഷം പെൺകൊച്ചിനെ രക്ഷിക്കാനെങ്കിലും ഏട്ടൻ ശ്രമിച്ചോ? ഇല്ലല്ലോ. ആ സ്ഥാനത്ത് അവിടെ ഞാനായിരുന്നെങ്കിലോ ഏട്ടൻ രക്ഷിക്കില്ലായിരുന്നോ? കൃഷ്ണ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ അലീനയുടെ മനസ്സിൽ ആ രോഹിത്തിൻ്റെ വിളി തന്നെയായിരുന്നു. അലീന ബാലനോട് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് പുറത്ത് വരെ ഒന്ന് പോകണം. എവിടെ പോകാൻ ചോദിക്കുമ്പോൾ അത് പള്ളിയിലേക്കൊന്ന് പോകണം, പ്രാർത്ഥിക്കാനാണെന്ന് പറയണം. ഈ സമയത്ത് പുറത്തേക്ക് പോകണോ? നീയും ഈ വീട്ടുകാരിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആളുകൾ നിന്നെ എന്തെങ്കിലും ചെയ്താലോ? ഇല്ല അച്ഛാ, ഞാൻ ഒരു ഓട്ടോ വിളിച്ച് പൊക്കോളാം. അലീന പോകുന്നത് ശരിക്കും പള്ളിയിലേക്കല്ല, ശരണ്യെ കാണാനാണ്. രോഹിത് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നേരിട്ട് അറിയാനാണ് അവൾ പോകുന്നത്. കള്ളം പറഞ്ഞാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. തൻ്റെ അനിയൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് തക്ക ശിക്ഷ കൊടുക്കണം. അതല്ല, അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനെ രക്ഷിക്കണം എന്ന് അലീന തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൾ ശരണ്യയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതൊരു ചെറിയ കോളനിയാണ്, ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ആളുകൾ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ശരണ്യയുടെ വീട് ചോദിക്കുമ്പോൾ ഒരാൾ കാണിച്ചു കൊടുക്കുന്നു. വീടിൻ്റെ വാതിൽക്കൽ ആൾക്കൂട്ടമുണ്ട്. മെഡിക്കൽ ചെക്കപ്പിന് ശേഷം ശരണ്യ തിരിച്ചെത്തിയിട്ടുണ്ട്. അലീന അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്? ഞാൻ കടപ്പാട്ടൂരിൽ നിന്ന് വരികയാണ്, ബാലചന്ദ്രൻ്റെ വീട്ടിലെ വേലക്കാരിയാണ് എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ആളുകൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അവന് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ വന്നതായിരിക്കും അല്ലേ? അവൻ്റെ മോനല്ലേ എൻ്റെ മകളെ പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അലീനയുടെ നേരെ തിരിയാണ്. അലീന കാര്യം പറയാൻ ശ്രമിക്കുമ്പോഴേക്കും ഒരാൾ തടയുന്നുണ്ട്. മൊഴി മാറ്റി പറയിപ്പിക്കാൻ വന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഒരാൾ അലീനയുടെ കവളത്ത് അടിക്കുകയാണ്. അവൾ നിലത്ത് വീഴുമ്പോൾ മറ്റൊരാൾ അവളെ ചവിട്ടുന്നു. അവളുടെ ഷോളും ഡ്രസ്സും ഒക്കെ വലിച്ചു കീറുന്നുണ്ട്. ആൾക്കൂട്ടം അലീനയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഒരാൾ കല്ലുകൊണ്ട് എറിഞ്ഞപ്പോൾ അവളുടെ തലയിൽ നിന്നും ചോര ഒഴുകുകയാണ്. നമ്മുടെ കൊച്ചിൻ്റെ മാനം നശിപ്പിച്ചില്ലേ? അവളുടെ വീട്ടിലെ ഒരു പെണ്ണിൻ്റെ ജീവൻ പോവട്ടെ, അവരുടെ വീട്ടിലെ പെണ്ണിൻ്റെ ജീവൻ പോവട്ടെ എന്ന് പറഞ്ഞ് ഒരാൾ മണ്ണെണ്ണയുമായിട്ട് വന്ന് അവളുടെ മേലൊഴിക്കുകയാണ്. തീപ്പെട്ടി കൊളുത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഓട്ടോ ഷാജി അങ്ങോട്ടേക്ക് വരുന്നത്. ശരിക്കും ആ ഷാജീൻ്റെ വീടും ആ ഭാഗത്ത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഷാജി ആളുകളെ മാറ്റിക്കൊണ്ട് വന്ന് തറയിൽ കിടക്കുന്ന അലീനയെ കാണുകയാണ്. മണ്ണെണ്ണയിൽ കുളിച്ച് കിടക്കുന്ന അവളെ കണ്ടപ്പോൾ ഷാജി പെട്ടെന്ന് തീപ്പെട്ടി തട്ടിത്തെറിപ്പിക്കുകയാണ്. നിങ്ങൾ എന്തൊരു വട്ടാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്തൊരു വൃത്തികേടാണ് കാണിക്കുന്നത്? ഇതൊരു പെൺകുട്ടിയല്ലേ, അവൾ എന്ത് തെറ്റ് ചെയ്തു? അവൾ അനുനയിപ്പിക്കാൻ വന്നതാണെന്ന് നിങ്ങളോട് പറഞ്ഞോ? ഇല്ലല്ലോ എന്ന് ഷാജി ദേഷ്യപ്പെടുകയാണ്. ബോധരഹിതയായ പോലെ കിടക്കുന്ന അലീനയെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഇതൊന്നും പുറത്തറിഞ്ഞാൽ എല്ലാവരും അകത്ത് കിടക്കേണ്ടി വരും എന്ന് ഷാജി താക്കീത് കൊടുക്കുകയാണ്. ഷാജി കുറച്ചു നേരം കൂടി വൈകിയിരുന്നെങ്കിൽ എല്ലാവരും കൂടി അലീനയെ കത്തിക്കുമായിരുന്നു. ഷാജി അവളെ താങ്ങി പിടിച്ച് തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ ഷാജിയുടെ അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു. അവർ അലീനയെ കണ്ട് ഞെട്ടിപ്പോവാണ്. വാർത്തയിൽ കണ്ട സ്വർണ്ണക്കടക്കാരൻ്റെ വീട്ടിൽ ജോലിക്കാരി പെൺകുട്ടിയാണ് ഇത് എന്ന് ഷാജി പറയുന്നുണ്ട്. നിനക്ക് വട്ടാണോ ഇത്രയും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് കയറി ചെല്ലാൻ എന്ന് ഷാജിയുടെ സഹോദരി അലീനയോട് ചോദിക്കുകയാണ്. എന്നിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ എടുത്തു കൊണ്ടുവന്ന് അവളുടെ മുറിവുകളൊക്കെ വെച്ച് കെട്ടുന്നുണ്ട്. മണ്ണെണ്ണയുടെ മണം മാറാൻ ഷാജി സഹോദരിയോട് അലീനയ്ക്ക് ഒരു ഡ്രസ്സ് കൊടുക്കാൻ പറയാണ്. അങ്ങനെ അലീന അവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഷാജിയോട് നന്ദി പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ രൂപത്തിലാണ് ഷാജി വന്നത് എന്ന് അലീന പറയാണ്. ഞാൻ കടയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ഇന്ന് എന്തോ തോന്നിയിട്ട് വീട്ടിലേക്ക് വന്നതാണ്. നന്നായി, അല്ലെങ്കിൽ അവർ നിന്നെ കത്തിച്ചേനെ എന്ന് ഷാജി പറയാണ്. രോഹിത് നിരപരാധിയാണോ എന്ന് അറിയാനാണ് താൻ വന്നതെന്ന് അലീന വെളിപ്പെടുത്തുകയാണ്. അലീന കരഞ്ഞുകൊണ്ട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. ഷാജിയുടെ വീട്ടുകാർ അവളെ ആശ്വസിപ്പിക്കുകയാണ്. ശേഷം ഷാജി തന്നെ അവളെ ഓട്ടോയിൽ കയറ്റിയിട്ട് നെടുമ്പുരക്കൽ വീട്ടിൽ കൊണ്ടുപോയി വിടുന്നുണ്ട്. പൈസ കൊടുക്കാൻ നോക്കിയെങ്കിലും ഷാജി വാങ്ങുന്നില്ല കേട്ടോ. അങ്ങനെ ബാൻഡേജുമായിട്ട് വീട്ടിലെത്തിയ അലീനയെ കണ്ട് കൃഷ്ണ പേടിക്കുകയാണ്. വഴിയിൽ വീണതാണെന്ന് അലീന കള്ളം പറയുന്നുണ്ട്. വൈകുന്നേരം ഒരു പോലീസുകാരൻ വീണ്ടും വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. ഇവൾ കാരണം അടുത്ത പ്രശ്നം എന്ന് പോലീസ് ബാലചന്ദ്രനോട് പറയണം. എന്താ എന്ന് അന്വേഷിക്കുമ്പോൾ അലീന ശരണ്യയുടെ വീട്ടിൽ പോയ കാര്യം, അവിടെ വെച്ച് ആക്രമിക്കപ്പെട്ട
കാര്യവും പോലീസ് പറയുന്നുണ്ട്. ബാലനും കുട്ടികളൊക്കെ ഞെട്ടിപ്പോവാണ്. ഒരു കേസ് കൊടുക്കാൻ പോലീസ് പറഞ്ഞെങ്കിലും അലീന വേണ്ടെന്ന് വെക്കുകയാണ്. പോലീസ് പോയതിനു ശേഷം ബാലൻ അലീനയോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയത് എന്ന് ചോദിക്കുമ്പോൾ അലീന സത്യം പറയാണ്. രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നി, അത് ശരണ്യയോട് നേരിട്ട് ചോദിക്കാൻ പോയതാണ് എന്ന് അലീന പറയാണ്. രോഹിത് ആ സ്റ്റേഷനിൽ വെച്ച് എന്നെ നോക്കിയ നോട്ടം ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അവൻ നിരപരാധിയാണെങ്കിൽ അവനെ രക്ഷിക്കണം എന്ന് അലീന പറയുമ്പോൾ ബാലൻ ദേഷ്യപ്പെട്ടിട്ട് അകത്തേക്ക് പോവുകയാണ്. കൃഷ്ണയും അലീനയെ ശകാരിക്കുന്നുണ്ട്. ചേച്ചി എന്തിനാണ് പിന്നെയും പോകുന്നത്? രോഹിതേട്ടൻ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് ഉറപ്പല്ലേ, പിന്നെ എന്തിനാണ് വീണ്ടും ഇങ്ങനെ അതിൻ്റെ പുറകെ നടക്കുന്നത് എന്ന് പറഞ്ഞ് കൃഷ്ണ വഴക്ക് പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ അലീന വീണ്ടും ശരണ്യയെ കാണാൻ പോവുകയാണ്. അലീനയോട് മോശമായി പെരുമാറിയതിന് നാട്ടുകാർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പോലീസ് പറഞ്ഞതുകൊണ്ട് അവർ പേടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അലീന അവർക്കെതിരെ കേസ് കൊടുത്തില്ലെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് ആശ്വാസമാവുന്നുണ്ട്. അലീന ശരണ്യയുടെ മുറിയിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ നാട്ടുകാർ പിന്നീട് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല, അവളുടെ വീട്ടുകാരും കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല. ശരണ്യ ആകെ തളർന്ന് കിടക്കുകയാണ്. അലീന അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തത് അവന്മാരാണ്, മോൾ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ്. ശരണ്യ കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ ഹരിയെ ഒത്തിരി സ്നേഹിച്ചു, പക്ഷേ ഇങ്ങനെ ചതിക്കുമെന്ന് കരുതിയില്ല. അലീന ഓരോ ദിവസവും വന്ന് ശരണ്യയെ കാണുകയും അവൾക്ക് ആശ്വാസം നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അലീന ഇടയ്ക്കിടയ്ക്ക് ശരണ്യയെ സന്ദർശിക്കുകയും അവൾക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കണ്ട് പതറിപ്പോവരുത്, അരുതാത്ത ചിന്തകളൊന്നും വരരുത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറെ ഇങ്ങനെ രോഹിതിനെ രക്ഷിക്കണമെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലീന ആ സമയത്തൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഓരോ ദിവസം അലീന ശരണ്യയോട് സംസാരിക്കുമ്പോഴും ശരണ്യയുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ചേട്ടനോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഒക്കെ കൂടെ ഉണ്ടാകും. അപ്പോൾ അലീനയുടെ സംസാരം പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അവർക്കും തന്നെ അലീനയോട് ഭയങ്കര സ്നേഹവും മതിപ്പും ഒക്കെ തോന്നുകയാണ്. ആ വീട്ടിലെ ഒരു പെൺകുട്ടിയാണ് വന്നിട്ട് പറയുന്നത് അവന്മാർക്കെതിരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, എന്തൊക്കെ വന്നാലും അവർക്കെതിരെ കേസ് കൊടുക്കുക വേണം, അവർക്കെതിരെ കേസിന് പോകണം, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയാണ് എന്ന് അലീന അവർക്ക് ഇങ്ങനെ വാക്ക് കൊടുക്കുമ്പോൾ പിന്നീട് അലീനയോട് അവർക്ക് ഭയങ്കര സ്നേഹമൊക്കെ തോന്നുക കേട്ടോ. അങ്ങനെ പതിയെ ശരണ്യ സാധാരണ നിലയിലേക്ക് വരുന്നുണ്ട്. ഒരു ദിവസം അലീന ശരണ്യയോട് ചോദിക്കുന്നുണ്ട്, സെല്ലിൽ വെച്ച് രോഹിത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്, അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ശരണ്യ മറുപടി പറയുന്നുണ്ട്, ആ പയ്യൻ എൻ്റെ ദേഹത്ത് തൊട്ടിട്ടില്ല, അവൻ അവിടെ ഉണ്ടായിരുന്നു, അത് ഞാൻ പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ ചെക്കപ്പിലും അത് തെളിഞ്ഞതാണ്, കോടതിയിൽ ഇത് പറയുമോ എന്ന് അലീന ചോദിക്കുമ്പോൾ രോഹിത് ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ എന്നെ റേപ്പ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ കോടതിയിൽ പറയാമെന്ന് ശരണ്യ ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് അതിൽ ഒരിത്തിരി സമാധാനമാവുന്നുണ്ട്. അപ്പോൾ ശരണ്യയുടെ വീട്ടിലുള്ളവരൊക്കെ അത് വേണോ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ അച്ഛ, അമ്മയോ അച്ഛനോ ഏട്ടനൊക്കെ എന്നെ അനുവദിക്കണം, കാരണം അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ തൊട്ടിട്ടില്ല, പക്ഷെ അവൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, അവൻ ഈ റേപ്പ് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നിന്നെ ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ട് അവൻ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ്, പക്ഷേ ആ പയ്യൻ എന്നെ ഒന്ന് നുള്ളി നോവിക്കുക പോലും ചെയ്തിട്ടില്ല, അവൻ അപ്പം തന്നെ അവിടെ നിന്ന് പോയി എന്നാണ് അവൻ മറ്റവരുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് പറയണം. ആ സമയത്ത് അലീന ആണെങ്കിൽ തൻ്റെ യഥാർത്ഥ ജീവിതകഥ ശരണ്യയോടും വീട്ടുകാരോടൊക്കെ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ മകളാണെന്നും സാഹചര്യങ്ങൾ കൊണ്ടാണ് അവിടെ ജോലിക്കാരിയെ നിൽക്കുന്നതെന്നും ഒക്കെ വെളിപ്പെടുത്തുകയാണ്. അവർ നല്ല കൂട്ടുകാരാവുന്നുണ്ട്. ശരണ്യയും അലീനയും തമ്മിൽ ഭയങ്കര കൂട്ടാവുന്നുണ്ട്. അലീന ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരണ്യയ്ക്ക്, എന്ത് കാര്യത്തിനും കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് കോടതിയിൽ ഇങ്ങനെ കൂടുന്ന സമയത്ത് ഇങ്ങനെ പ്രതികളെയൊക്കെ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. അതുപോലെ ചോദ്യം ചെയ്യലൊക്കെ എല്ലാവരെക്കുറിച്ചും ശരണ്യ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ രോഹിത് ഉപദ്രവിച്ചിട്ടില്ല, ബാക്കി 3 പേരും എന്നെ ക്രൂരമായി അബ്യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം അവൾ തുറന്ന് പറയാണ്. രോഹിത് ഗൂഢാലോചനയിൽ പങ്കെടുത്തതിനാൽ അവന് ചെറിയ ശിക്ഷ ലഭിക്കുന്നു, എന്നാൽ ബാക്കി 3 പേർക്കും ജീവപര്യന്തം തടവ് ലഭിക്കുകയാണ്. അങ്ങനെ കോടതി കഴിഞ്ഞ് പുറത്തിറങ്ങിയ രോഹിത് അലീനയോട് നന്ദി പറയുന്നുണ്ട്. ഞാനൊരു റേപ്പിസ്റ്റ് അല്ല എന്ന് ലോകം അറിയുമല്ലോ, എനിക്കത് മതി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് അലീനയുടെ മുന്നിൽ രോഹിത്. ബാലചന്ദ്രനും മനുവും അലീനയോട് നന്ദി പറയുന്നുണ്ട്. അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ ഗൂഢാലോചനയിൽ പങ്കെടുത്തതിന് അവൻ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് അലീന പറയുകയാണ്. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അലീന തെളിയിച്ചതിൽ ബാലചന്ദ്രന് ഭയങ്കര സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. ഇത്രയും നാളും അലീനയോട് ദേഷ്യപ്പെട്ടതും ഒക്കെ മാറുകയാണ്. ഭയങ്കര സ്നേഹമാണ് ഓൾറെഡി, പക്ഷെ എന്നാലും ആ ഒരു ദേഷ്യമൊക്കെ മാറുന്നുണ്ട്. അതുപോലെ രോഹിത്തിനും അലീനയോടുള്ള ദേഷ്യമൊക്കെ ഒന്ന് മാറുകയാണ്. പിന്നീട് അലീന ശരണ്യെ കാണുന്നുണ്ട്. ഒന്നിലും ഒരു കുറവും വരുത്തില്ല, ഞാനുണ്ട് നിൻ്റെ കൂടെ, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഈ ചേച്ചിയെ നിനക്ക് വിളിക്കാം, നിൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പഠിത്തം മുടക്കരുത്, അതിനുവേണ്ടി എന്ത് സഹായവും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനോട് അവളുടെ പഠിത്തത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഏറ്റെടുക്കാനായിട്ട് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രനും മനുവും കൂടിയിട്ട് ശരണ്യയുടെ എല്ലാ ചിലവുകളും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്.
പിന്നീട് അങ്ങനെ ശരണ്യ ധൈര്യത്തോട് കൂടിയിട്ട് എന്തിനും മുന്നോട്ട് പോകാനായിട്ട് കൂടെയുണ്ട്, ജീവിതത്തിൽ തോറ്റു പോകരുത്, ഇതൊരു പരീക്ഷണം മാത്രമായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അലീന പറഞ്ഞയക്കുന്നത്.